ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ചയിലാണ് അതിൻ്റെ അവസാനഘട്ട രൂപമായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച രാവിലെ 7:30 മണിക്ക് കൊടുങ്ങാനൂർ വാർഡിൽ കുലശേഖരത്ത് നിന്ന് എൻ്റെ സർവീസ് ആരംഭിക്കും. അപ്പോൾ കുലശേഖരം, കൊടുങ്ങാനൂർ, തിട്ടമംഗലം, കുണ്ടവൻകടവ്, കുരുവിക്കാട് ഇതുവഴിയുള്ള ബസ്സായിരിക്കും. ശനിയാഴ്ച രാവിലെ 7:30 ആരംഭിക്കും. 9:30 അതേ സ്ഥലത്ത് ഇതേ റൂട്ടിൽ ബസ്സുണ്ട്. വൈകുന്നേരം 5 മണിക്ക് കിഴക്കേക്കോട്ടയിൽ നിന്നും തിരിച്ച് ബസ് വരും. ഇതുപോലെ തന്നെ മറ്റ് 22 വാർഡുകളിൽ കൂടി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സർവീസ് ശനിയാഴ്ച മുതൽ ആരംഭിക്കും. അതിനെ തുടർന്ന് കൂടുതൽ ആവശ്യങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ നിന്നും KSRTC വീണ്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൗൺസിലർമാർ തന്ന റൂട്ടുകൾ ചിലത് ഫീസിബിൾ അല്ല. അവിടേക്ക് ബസ് അയച്ചു കഴിഞ്ഞാൽ അതിൽ യാത്രക്കാർ അത്തരത്തിലുണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതൊന്നുകൂടി പുനഃക്രമീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ കോർപ്പറേഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ആവശ്യം ഗതാഗത വകുപ്പിന് മുൻപാകെ വച്ച് നടന്ന ചർച്ചകളിലൂടെ ആ പ്രശ്നം പരിഹരിക്കുകയാണ്. ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അത് മാധ്യമപ്രവർത്തകർ പലപ്പോഴും കഴിഞ്ഞ 1 മാസമായി നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു അടുത്ത ഘട്ടം എന്താണെന്ന്. അടുത്ത ഘട്ടം ഇതാണ്. പ്രശ്നം പരിഹരിച്ച് ബസ് ഓടി തുടങ്ങി. കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ്. അവിടെ നിന്ന് ആണ് ഇപ്പോൾ എല്ലാ ബസ്സുകൾ ഏറെക്കുറെ എല്ലാം അന്നൊക്കെ തന്നെ സർവീസ് ആരംഭിക്കും. ഇന്ന് നാളെയുമായിട്ട് നടക്കുന്ന ചർച്ചയിൽ ഇതിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ATO ആയിട്ട് സംസാരിച്ചപ്പോഴേക്കും അതിന്റെ സമയമൊക്കെ ഫിക്സ് ചെയ്തു. ഇന്ന് നാളെ നടക്കുന്ന ചർച്ചകൾ മറ്റുള്ള കൗൺസിൽ ഇപ്പോൾ മേയറുടെ വാർഡായതുകൊണ്ട് ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത ആളായതുകൊണ്ട് അപ്പം തന്നെ സമയം തീരുമാനിക്കാൻ പറ്റി. മറ്റെല്ലാ കൗൺസിലർമാരോട് ഇന്നും നാളെയായിട്ട് ചർച്ച നടത്തി മിക്കവാറും ശനിയാഴ്ച ഞായറാഴ്ച മുതൽ എല്ലാ ബസ്സും കൊടുത്തു. KSRTC തയ്യാറാണ്. അവരെല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഇതിലേറെക്കുറെ എല്ലാ സർവീസും നേരത്തെ ഉണ്ടായിരുന്ന സർവീസുകൾ ഇടയ്ക്ക് നിന്ന് പോയതാണ്. എന്നാൽ ചില സർവീസുകൾ പുതിയതായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിലീസ് ആവശ്യമാണെങ്കിൽ തരാം. ഏതൊക്കെ റൂട്ടാണ് എന്നൊക്കെ തരാം. ചിലത് കൗൺസിലർമാർ ആവശ്യപ്പെട്ടത് അത്രത്തോളം ഫീസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ ചർച്ച ചെയ്തിട്ട് പുനഃക്രമീകരിക്കും. അത് ഇതിൽ വരുന്നു. ഇതെല്ലാം കൗൺസിലർമാരുടെ നിർദ്ദേശം ആവശ്യപ്രകാരമാണ്. മുൻപുണ്ടായിരുന്നതിൽ നിന്നുപോയത് പുനരാരംഭിക്കുന്നത് ഉൾപ്പെടെയുണ്ട്. പുതിയ സർവീസുണ്ട്. രണ്ടുമുണ്ട്. കൊടുത്തതിലും സാധ്യമാവുന്നതൊക്കെ തന്നെ ഗതാഗത വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. ഏതാണ് അത് മനസ്സിലായില്ല. ചോദ്യം മനസ്സിലായില്ല. അല്ല, ഞാനത് പറഞ്ഞത് ആകെ വാങ്ങിയ ബസ്സുകളുടെ എണ്ണമാണല്ലോ പറഞ്ഞത്. അതിപ്പോഴും ഓടുന്നുണ്ട്. അതിന്റെ ഇപ്പം ഏതെങ്കിലും വാഹനങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KSRTC അതിന്റെ കണക്കറിയാം. വാങ്ങിയതിന്റെ കണക്കാണ് ഞങ്ങൾ ഇവിടുത്തെ എങ്കിലും. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പോഴും ഓടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലല്ല, അതിൽ നിന്നാണ് 23 റൂട്ടുകൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. ആ 115 ബസ്സുകളിൽ നിന്നാണ് 23 ബസ്സുകൾ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട ചില റൂട്ടുകളിൽ പിന്നെ ഇലക്ട്രിക് ബസ്സല്ല ഡീസൽ ബസ്സാണ് അനുയോജ്യമെന്ന് KSRTC കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള 1-2 റൂട്ടുകൾ അത്തരത്തിലുള്ള ബസ്സാണ്. ഇലക്ട്രിക് ബസ്സാണ്. അതിൽ 2 സ്ഥലത്ത് കുറച്ച് കയറ്റം കൂടുതലായതുകൊണ്ട് ഡീസൽ ബസ്സാണ് സൗകര്യം KSRTC കണ്ടത്. അവരാണ് അതിന്റെ എക്സ്പെർട്ട്. സ്വാഭാവികം. എനിവേ 23 റൂട്ടുകൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കും. അല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ ഈ ബസ് എത്രയും പെട്ടെന്ന് റോഡിലിറക്കി ജനങ്ങൾക്ക് പരമാവധി ഗുണപ്പെടുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നടത്തിയ ചർച്ച. അത് തൃപ്തികരമായ രീതിയിലാണ് ചർച്ച അവസാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച മുതൽ റൂട്ട് ആരംഭിക്കും. KSRTC ഒരു പഠനം നടത്തിയിട്ടുണ്ടാവുമല്ലോ. അവരൊരു പഠനം നടത്തിയിട്ടായിരിക്കുമല്ലോ. ഇപ്പൊ ചില റൂട്ടുകളിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഒരു പക്ഷേ ആൾക്കാർ കുറച്ച് 1-2 ആഴ്ച ഓടുമ്പോഴായിരിക്കും കിട്ടുക. അതിനെക്കുറിച്ച് KSRTC ആണ് പഠിച്ചിട്ടുള്ളത്. പലപ്പോഴും ഈ സർവീസ് കൊണ്ടുപോകാനും അത് മറ്റു രീതിയിൽ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാനും കാരണം അഡ്വൈസറി കമ്മിറ്റി ഒന്നും ഉണ്ടാത്തതുകൊണ്ടാണ്. മേയറായിരുന്നു ചെയർമാൻ കഴിഞ്ഞ പ്രാവശ്യം. ആ അതിനുശേഷം മീറ്റിംഗ് ഒന്നും നടന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അഡ്വൈസറി ബോഡി കൂടി എല്ലാ പ്രാവശ്യം മീറ്റിംഗ് കൊണ്ടാവും. കൂടേണ്ട കാര്യങ്ങളെ കൂടിയ റിസൾട്ടിൽ വരുന്നത്.
നടക്കേണ്ട കാര്യങ്ങൾ നടത്താൻ പറ്റുന്നതുപോലെ ഇപ്പോൾ 35 ദിവസമല്ലേ ആവുള്ളൂ. അതിനകത്ത് നമ്മൾ പറഞ്ഞ തെരുവ് നായ്ക്കളെ ഫസ്റ്റ് ഘട്ടം നമ്മൾ കൂട്ടിലടച്ചില്ലേ ഭരണസമിതി. ഇപ്പോൾ ഡെപ്യൂട്ടി മേയറുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, എല്ലാവരും കൂടെ കൂട്ടായ പ്രയത്നം രാത്രിയും പകലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന റിസൾട്ടാണ് ഈ കണ്ടു തുടങ്ങിയത്. കരകുളം പഞ്ചായത്തോട് ബന്ധപ്പെട്ട വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ കരിങ്കുളം പ്രദേശത്ത് തുടർന്ന് കോർപ്പറേഷൻ തള്ളുന്നുണ്ടെന്നുള്ള വാക്കെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ തള്ളുന്നുണ്ടെന്നുള്ള വാക്കെന്തിനാണ് ഉപയോഗിക്കുന്നത്? അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ തള്ളുന്നുണ്ടെന്നുള്ള വാക്കെന്തിനാണ് ഉപയോഗിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ മതി. ജനങ്ങൾ അങ്ങനെ എന്താണ് പ്രശ്നം? എന്താണ് അവിടെ സ്വകാര്യ വ്യക്തി നൽകിയ ഒരു ഭൂമി, ഒരു ഏക്കറിനുള്ളിൽ വരുന്ന ഭൂമി അവിടെ ഉണ്ട്. ആ ഭൂമിയിൽ അവിടെ സാങ്ച്വറിയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കഴക്കൂട്ടത്തിൽ ചേമ്പോട്ടൊക്കെ നടക്കുമ്പോൾ നായ്ക്കളെ രാത്രി കൊണ്ട് നടത്തി ജനകീയ പ്രതിഷേധത്തെ വകവയ്ക്കാതെ അവിടെ കൊണ്ടുവന്ന് ഈ പറയുന്ന പ്രദേശത്ത് കൊണ്ടുവന്ന് ഇനിയിപ്പോൾ അവിടെ നിന്ന് ആദ്യം അവരവിടെ ഈ തരത്തിൽ ഇപ്പോൾ പ്രതിഷേധവും തുടങ്ങിയിട്ടുണ്ട്. പരാതി പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നാണ് പ്രതിഷേധം തുടങ്ങിയത്? പ്രതിഷേധം തുടങ്ങിയിട്ട് അവര് പ്രത്യക്ഷത്തിൽ റോഡിൽ ഭദ്രത സമർപ്പിച്ചിട്ട് 2 ദിവസമായിട്ടുണ്ട്. ശരി, എത്ര വർഷം കൊണ്ട് അവിടെ നായ്ക്കളുണ്ട്? അവര് പറയുന്നത് ഇപ്പോ കഴിഞ്ഞ 2 വർഷം. താങ്കളുടെ അന്വേഷണത്തിൽ എത്ര വർഷം കൊണ്ടുണ്ട്? 2 വർഷം കൊണ്ട് 8 വർഷം കൊണ്ട്. 8 വർഷം കൊണ്ട് അവിടെ എത്ര നായ്ക്കളുണ്ട്? ഇപ്പോ 200. അല്ല, ഞാൻ ചോദിക്കും, 8 വർഷം മുൻപ് അവിടെ എത്ര നായ്ക്കൾ പാർപ്പിക്കുമായിരുന്നു? നിലവിലെ കണക്കാണ് പറയുന്നത്. ഞാൻ പറയാം 137 ആണല്ലോ. കഴിഞ്ഞ ഒരാഴ്ചക്ക് ഇപ്പുറം 50 നായ്ക്കൾ അവിടെ എത്തിച്ചു. അപ്പൊ 187. 137 നായ്ക്കൾ 8 വർഷം കൊണ്ട് അവിടെ ഉണ്ടായിട്ട് ഒരു സമരം അവിടെ നടന്നില്ല. NDAയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് 50 നായ്ക്കളെ കൊണ്ടുവിട്ടതിന്റെ പിറ്റേ ദിവസം DYFI ബോർഡ് വന്നു. അടുത്ത ദിവസം അവിടുത്തെ കോള MLA വന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഗേറ്റ് പൊളിച്ചു. 8 വർഷവും ഇതൊന്നും സംഭവിച്ചില്ല. ഗേറ്റ് പൊളിച്ചു. അങ്ങനെയുള്ള അതിന്റെ പുറത്തൊരു ചെറിയ ധർണയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ജനാധിപത്യത്തിലുള്ള സമരമാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും 50 നായ്ക്കളെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് മാധ്യമ പ്രവർത്തകർക്കും അവിടെ പോയിട്ട് വിഷ്വൽസ് എടുക്കാം, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അനിമൽ വെൽഫെയർ ബോർഡിന്റെയും ഡോക്ടർമാരുടെയും നിരീക്ഷണത്തിലാണ് ആ ഷെൽട്ടർ നടന്നു പോകുന്നത്. അവിടെ ഇനി നായ്ക്കളെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനില്ല. 50 എണ്ണത്തിന് ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയ നായ്ക്കളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനില്ല. രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന സമരങ്ങൾ നിങ്ങൾ വാർത്ത കൊടുത്തോളൂ, സമരങ്ങളായിട്ട് കാണും. പിന്നെ ഇപ്പോൾ ഒരു ചാനലിൽ, റിപ്പോർട്ടർ ചാനലിൽ മാധ്യമപ്രവർത്തനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഒരു വാർത്ത കൊടുക്കുന്നതായിട്ട് ഒരു വ്യക്തിയുടെ വീട്ടിൽ ആണ് തുറന്നു വിട്ടിരിക്കുന്ന അഴിച്ചു. ഒന്നുമല്ല, ഞങ്ങൾ നേരിട്ട് പോയി, മേയർ ഉൾപ്പെടെ ഉള്ളവർ നേരിട്ട് പോയി കണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടെ 1 ഏക്കർ സ്ഥലത്തിന്റെ നടുക്കായിട്ടാണ് ഈ ഷെൽട്ടർ കെട്ടിയത്. അവിടെ നേരത്തെ ഒരു ഫാം നടത്തിക്കൊണ്ടിരുന്ന വസ്തുവാണ്. ആ ഉടമസ്ഥന്റെ പെർമിഷനോടുകൂടിയാണ് ചെയ്യുന്നത്. ഇവർക്ക് നിയമപരമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. നിയമപരമായിട്ട് ഏത് തരത്തിലും അവർ പ്രതിഷേധിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം അവർ ഗേറ്റ് തകർത്തിട്ട് അതിനകത്ത് കയറി കുറച്ച് നിന്ന് തിരിച്ചിറങ്ങി. നായ്ക്കളെ അവർ സമരത്തിന്റെ പേര് തുറന്നു വിട്ട് കഴിഞ്ഞാൽ നായ്ക്കളൊക്കെ തന്നെ പഞ്ചായത്തിൽ വിഹരിക്കും. അതിനേക്കാൾ നല്ല ഭക്ഷണം കൊടുത്ത് ഏറ്റവും മികച്ച മാർക്കറ്റിൽ ലഭ്യമാകുന്നതിൽ ഏറ്റവും മികച്ച ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഒന്നിടവിട്ട് ഡോക്ടർമാർ നിരീക്ഷിക്കും. പിന്നെ അങ്ങ് പറഞ്ഞ വസ്തുതാവിരുദ്ധമായ അങ്ങേക്കുള്ള ചെറുപ്പക്കാരായ മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി പരിശോധിക്കണം വസ്തുത. ചേങ്കോട്ട് കോണത്ത് നിന്ന് പിടിച്ച ഒരു നായെങ്കിലും അവിടെ കൊണ്ട് വിട്ടിട്ടുള്ളതായിട്ട് അങ്ങ് കണ്ടെത്താം. ചേങ്കോട്ട് കോണത്ത് നിന്ന് പിടിച്ച നായ്ക്കളെല്ലാം തന്നെ വണ്ടി തടുത്ത ഷെൽട്ടറിലുണ്ട്. ഇപ്പൊ ABCക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, പറഞ്ഞിട്ടേയില്ല. പറഞ്ഞത് ചേങ്കോട്ട് കോണത്തെ നായ്ക്കളെ വണ്ടിത്തറത്തെ ABC ഷെൽട്ടറിലേക്ക് മാറ്റി. അങ്ങനെ പറഞ്ഞു. ABC സെന്റർ, ഷെൽട്ടർ എന്നുള്ള വാക്ക് പിൻവലിക്കുന്നു. സെന്റർ അവിടെ എനിക്ക് തോന്നുന്നൊരു 60-65 നായ്ക്കളൊക്കെ. അത് അതിന് ശേഷമല്ലേ? അപ്പൊ നോക്കാം. അപ്പൊ ഡോക്ടേഴ്സായിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. ഡോക്ടേഴ്സായിട്ടൊക്കെ സംസാരിച്ചിട്ട് എന്താണ് സൊല്യൂഷൻ ആവശ്യം ആവശ്യമാണല്ലോ സൃഷ്ടിയുടെ മാതാവ്. അപ്പൊ ആവശ്യം വരുമ്പോൾ സൊല്യൂഷൻ ഉണ്ടാവും. ഇന്നലെയും അവർ അതിന്റെ ആൾക്കാരോട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ ഒരു ടീം വന്നിട്ടുണ്ട്. അപ്പോ അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്.
വേറെ പുതിയ ബസ് എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ KSRTC? ഞങ്ങൾ കോർപ്പറേഷൻ ഇതുവരെ ബസ് വാങ്ങിച്ചു കൊടുത്തില്ല. അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. അല്ല അതല്ല, അങ്ങനെ എന്തെങ്കിലും പുതിയ ഒരു ചർച്ചയും നടത്തില്ല. 23 റൂട്ട് പുതിയ മീൻസ് കൗൺസിലർമാർ ആവശ്യപ്പെട്ട് 23 റൂട്ട് ഗതാഗത വകുപ്പുമായി സംസാരിച്ചു. അത് അടുത്ത സാധനം. കൗൺസിലർമാർക്ക് അപ്പോഴത്തേക്കും മാധ്യമപ്രവർത്തകർക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ റൂട്ട് പോകും. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇടപെടേണ്ട കാര്യമൊന്നും ഇടപെടും. റൂട്ട് കൊടുക്കേണ്ടത് ഞങ്ങളല്ല. ഞങ്ങൾ ഗതാഗത വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അവർ പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യും. നിലവിലെ റേറ്റിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടോ? നിരക്കിന്റെ ബസ് അത് KSRTC ആണ് തീരുമാനിക്കുന്നത്. അവരുടെ റേറ്റ് അനുസരിച്ച് ഞങ്ങൾ ബസ് അതുവഴി വരാനുള്ള ചർച്ചകൾ നടത്തും. റേറ്റൊക്കെ അവരാ തീരുമാനിക്കും. വേറെ 5 മാസം മുമ്പ് തദ്ദേശ മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ ഈ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേർന്നത്. അന്ന് പ്രധാനമായിട്ടും അത് കോർപ്പറേഷൻ പരിധിക്ക് വരുന്നതല്ല, ഈ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ 28 ലക്ഷം രൂപ ചെലവിൽ സഞ്ചരിക്കുന്ന ABC കേന്ദ്രം, അങ്ങനെ എന്തെങ്കിലും സഞ്ചരിക്കുന്ന ABC കേന്ദ്രം മൂലം കോർപ്പറേഷനിൽ പരീക്ഷിക്കാൻ എന്തെങ്കിലും ഉദ്ദേശിക്കും? അത് പ്രഖ്യാപിച്ചതല്ലാതെ ഒന്നും അല്ലല്ല. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സെന്റർ ഉണ്ട്. അതിപ്പോ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം കൊണ്ട് ജനുവരി കൊണ്ട് അവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ കോർപ്പറേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ എത്തിയിട്ടില്ല. അത് കിട്ടാനുള്ള ശ്രമം നടക്കും. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള അതെ, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ABC ഇപ്പോ പോർട്ടബിൾ സെന്റർ യൂണിറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് സാധിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ നായ്ക്കളെ ABC നടത്തിയാൽ അതിനെ വീണ്ടും തിരിച്ച് തെരുവിലേക്ക് തന്നെ തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഷെൽട്ടറും കൂടെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ അത് ആ ഒരു പ്രക്രിയ പൂർത്തിയാവുള്ളൂ. അതിനുള്ള പരിശ്രമമാണ്. നഗരത്തിൽ തന്നെ കണ്ടെത്തണമെന്ന് നിർബന്ധമില്ല. ഷെൽട്ടർ പണിയാനായിട്ട് അനുയോജ്യമായ സ്ഥലം എവിടെയാണ് കിട്ടുന്നത്, സാധിക്കുന്ന അവിടെ. കഴിഞ്ഞ ദിവസം BK പ്രശാന്ത് പറഞ്ഞു ഈ ഒരു പുതിയ മേയർ വിളപ്പുശാലയിലേക്ക് കൊണ്ടുവന്ന് തുറന്നു വിടുകയാണ് നായ്ക്കളെ. അദ്ദേഹത്തിന് ചോദിക്കാം. അത് പറഞ്ഞതിന്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ചോദ്യം. അല്ല അതല്ല, അദ്ദേഹം പറഞ്ഞ താങ്കൾക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും വിളപ്പുശാലയിലേക്ക് കൊണ്ട് ഒരു പഠനമില്ലാതെ വിളപ്പുശാലയിലേക്ക് കൊണ്ട് ഈ വിളപ്പിൽശാല ഒരു പഠനമില്ലാതെ ആരാ വിളപ്പിൽശാല ഇങ്ങനെ ആക്കിയത്? വിളപ്പിൽശാല ഒരു പഠനമില്ലാത്ത കാര്യങ്ങൾ ഈ വിളപ്പിൽശാല എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടി സ്വപ്നമാക്കി മാറ്റിയതാരാണ്? നമ്മൾ എന്തിനാണ് അത് ചർച്ച ചെയ്യുന്നത്? ഓക്കെ.